മാർപ്പാപ്പയും രാജാവിൻ്റെ ഷെഫും തമ്മിലുള്ള ഭീകര പോരാട്ടമാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അനിൽ രമേഷ് ആൻഡ് വെൽക്കം ബാക്ക് ടു മല്ലു റാംബ്ലർ. നമ്മളിപ്പോൾ വൈക്കം തലയോലപ്പറമ്പ് സൈലൻറ്റ് റിവർ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ OMKV ഉണ്ണി ബ്രോയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവരിവിടെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇതാ ഇവിടെ എൻ്റെ ബാക്കിൽ കാണാൻ ഇവിടെ കയാക്കിങ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഈ ഒരു റിസോർട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ബോട്ട് എടുത്തിട്ട് പോയി ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഉണ്ണി ബ്രോയും പിന്നെ അതാ നമ്മുടെ ഉണ്ണി ബ്രോയുടെ ക്യാമറാമാൻ സ്റ്റാലിൻ ബ്രോ ഇവിടെ ഉണ്ട്. ബ്രോ ഒരു ഹായ് അതെ. ഹായ്. പിന്നെ നമ്മുടെ OMKV ഫുൾ ടീം ഇവിടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി ബ്രോ ഒരു ഹായ്. ഉണ്ണി ബ്രോ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതെ, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മൾ ഇതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. എന്താ ഫുൾ ടീം ഇവിടെ ഉണ്ട്. നമ്മുടെ വാസുവണ്ണനുണ്ട്, സുവണ്ണൻ, ബാക്കി ഫുൾ ടീം ഇവിടെ ഉണ്ട്. നമ്മുടെ ബായി ഉണ്ട്. ബായിയുടെ പേരെന്തായിരുന്നു? ബായ് മാസ്കുമാറ്റ് മജീം ഭായി ആണ് നമുക്ക് കയാക്കിങ്ങിന് വേണ്ടിയിട്ട് ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് OMKV ടീമിലെ മെമ്പേഴ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അവരൊന്നും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല. ആ ഒരു ചാനൽ കാണുന്നവർക്കൊക്കെ അവരെ പരിചയം ഉണ്ടാവും. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കയാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബോട്ട് നമ്മുടെ നിസാം വ്ലോഗ്സിലെ നിസാം ഇക്കയുടെ ബോട്ടാണ് കയാക്കിങ്ങിന്. ഇവിടെ ഇതല്ല, ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചു തരാം ഞാൻ. നിസാമൊക്കെ ഈ ഒരു റിസോർട്ടുമായിട്ട് ചേർന്നിട്ട് ഇവിടെ കയാക്കിങ് ഇവരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഭായിയുടെ പേരെന്താണ്? നിസാമിക്ക അല്ലല്ലോ. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ കയറാൻ പോവാണ്. നമ്മുടെ ജിത്തുറോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ കയാക്ക് എടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് തുഴയേണ്ടതെന്ന് പോലും അറിയാതെ അവിടുത്തെ പുറയിലിരിപ്പുണ്ട്. നീ ഇത് പുറയിലോട്ടാണോ മുമ്പിലോട്ടാണോ തുഴ ഉദ്ദേശിക്കുന്നത്? ഇങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. നേരെ അക്കരയ്ക്ക് പോട്ടെ. അക്കരയ്ക്ക് ചേച്ചിമാരോടെ തുണിയലക്കുക ഏതാണ്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ തുഴഞ്ഞ് ഏകദേശം ഇതിൻ്റെ ഒരു നടുക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടാണ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കിടില ആംബിയൻസ് ആണ് റിസോർട്ടിൻ്റെ. പക്ക ഒരു ഈ ഒരു കായലിൻ്റെ സൈഡിൽ നല്ല ആംബിയൻസ് ആണ്. പിന്നെ ഞാൻ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ തുഴയാൻ. ഭയങ്കര ഈസിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ടൈം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റിൽ നമ്മുടെ ഈ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഷോർട്ടായിരിക്കും വിഷ്വൽസൊക്കെ. അതുകൊണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടെ വന്ന സമയത്ത് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആയിരിക്കും കേട്ടോ. സാമ്പല് പറഞ്ഞാ എവിടെ നോക്കട്ടെ. ആ പൊളിയേ. Second one guys, kitty guys, second one. Guys, kitty guys. Shankaram Blocks. സായിപ്പേ വൺ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് സായിപ്പ് വരും പറ്റും. 1 lotus 1000 rupees only.
നമ്മുടെ പുറകെ അതിവാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നുണ്ട്. കുട്ടനാടൻ മാർപ്പാപ്പയും രാജാവിൻ്റെ ഷെഫും തമ്മിലുള്ള ഭീകര പോരാട്ടമാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. കയാക്കിങ്ങിൻ്റെ ഇതിഹാസത്തിൽ ഇതാദ്യമായി നിങ്ങളിത് കാണുക. പ്ലാസ്റ്റിക് ഒക്കെയാണ്, ഭയങ്കര പൊല്യൂഷനാണ്. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നമ്മളെ കായൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. പക്ഷെ ശരിക്കും ഈ കയാക്കിങ്ങിന് പോകുന്ന സമയത്ത് കുറച്ച് ഒഴുക്കൊക്കെ വേണം അല്ലേ? അങ്ങനെയല്ലേ വിനോദ് ബ്രോ? നല്ല ഒഴുക്കൊക്കെ ഉള്ളിടത്ത് പോയിട്ട് തുഴയണം എന്നാണ് ശാസ്ത്രം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒഴുക്കില്ല, അതുകൊണ്ടാണ് ആക്ച്വലി നമുക്ക് തുഴയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പക്ഷെ എന്താണ് ഒരു രക്ഷയില്ലാത്ത വേറെ മൂടാണ് കേട്ടോ. നല്ല എക്സസൈസാണ്. ഞാൻ ഏതാണ്ട് എനിക്ക് അത്യാവശ്യം ഇന്നത്തേക്കുള്ള എക്സസൈസ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഈ പുള്ളിക്കാണ് ഇനി കുറച്ചുകൂടെ കിട്ടാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിനോദാണ് ബാക്കി തുഴയുന്നത്. ഷെഫ് ഒരു രക്ഷയല്ല കേട്ടോ, ഷെഫ് പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി ഷെഫ് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. A few moments later. ഗൈസ് നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് വിഷമിച്ചു ഗൈസ്, വിനോദ് ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അതാ ഇവിടെ OMKV ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ കുക്ക് ചെയ്യാൻ പോകുന്നത് ഉണ്ണിബ്രോ ആയിരിക്കില്ല, നമ്മുടെ ഷെഫായിരിക്കും. പുള്ളിക്കാരൻ ബീഫിൻ്റെ എന്തോ ഒരു വെറൈറ്റി ഡിഷാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ OMKV ചാനലിൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണുക. അപ്പോൾ ഷൂട്ടിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടക്കട്ടെ. നമുക്ക് നേരെ റിസോർട്ടിൻ്റെ കിച്ചണിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തിയും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ KNK ആണ്. ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് നമ്മുടെ KNK ടെക്കിലെ സൈജു ബ്രോയാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ നിസാം വ്ളോഗ്സിലെ നിസാമിക്കുണ്ട്. പുള്ളിക്കാരൻ ചിക്കൻ കറി വെക്കേണ്ട ശാസ്ത്രീയ വശങ്ങളെ പറ്റിയിട്ടൊക്കെ ക്ലാസ് എടുക്കുകയാണെന്ന് തോന്നുന്നു. One hour later. ഇവിടെ ഇപ്പോൾ ഷെഫിൻ്റെ കുക്കിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫൈനലി അവരത് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും നോക്കണം. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ OMKV ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇനി ഈ ഒരു ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് കൂടെ നമുക്ക് ഷെഫിനോടൊന്ന് ചോദിക്കാം. ചിച്ചറോണസ്. അപ്പോൾ അതാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ റിസോർട്ടിൻ്റെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ KNKയുടെ ചിക്കൻ കറി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിലിപ്പോൾ ചിക്കനൊക്കെ കൂടുതൽ കിഴങ്ങാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്രയും മെമ്പേഴ്സ് ഇല്ലായിരുന്നു. കൂടുതൽ ആളുകളൊക്കെ ആയപ്പോൾ കുറച്ച് കിഴങ്ങൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്താണെങ്കിലും കറി നല്ല കിഡിലം കറിയാണ്. കറി കാണുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കിഡിലം സ്മെല്ലുമാണ്. ബാക്കി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ നമ്മുടെ പ്രവീൺ ബ്രോ ചിക്കൻ കൊണ്ട് എന്തോ ഒരു വെറൈറ്റി സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അധികം മസാലയൊന്നും ചേർക്കാതെ എന്തോ ഒരു വെറൈറ്റി ആയിട്ടാണ് ആൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് ആളിനും വലിയ ഐഡിയ ഇല്ല. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ഫൈനലി നമ്മുടെ പ്രവീണിൻ്റെ ആ കിഡിലെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. സാധനം നല്ല പുള്ളിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശസ്ത യൂട്യൂബർ ഇവിടെ വന്നിട്ടുണ്ട്. അയാളുടെ ഫീസ് ഞാൻ കാണിച്ചു തരാം, പേര് ഞാൻ പറയില്ല. 1.5 കിലോ ചിക്കൻ 20 പേർക്ക് കിഴങ്ങും കൂട്ടി കറി വെച്ച് നമ്മുടെ KNKയാണ് ഇരിക്കുന്നത്. 1.5 കിലോ ചിക്കനും 1.5 കിലോ ചിക്കൻ 2.5 കിലോ കിഴങ്ങ്.
അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ചിക്കനും പിന്നെ നമ്മുടെ കേങ്ക ഉണ്ടാക്കിയ ചിക്കൻ കറി, അതുപോലെ പ്രവീൺ ബ്രോ ഉണ്ടാക്കിയ ചിക്കൻ കൊണ്ടൊരു നമ്മുടെ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള നല്ലൊരു സംഭവം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ്. അവരെല്ലാവരും പുറത്താണ്. ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. 3 hours later. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിപ്പോൾ നമ്മുടെ കിടക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ സമയം 2 മണിയായി. ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ബാക്കിൽ വഴി കാണുന്ന ഈ വില്ലയിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പക്ഷേ അവിടെ ബെഡ് കുറവാണ്. കുറച്ച് ആളുകൾക്ക് അവിടെ കിടക്കാൻ പറ്റുള്ളൂ. ഒരു 3-4 റൂംസ് അതിലുണ്ട്. പക്ഷേ നമ്മൾ കുറേ ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ അവിടെ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ടെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ടെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. The next day. വിഷയ ഹാപ്പി ചാട്ടോ റെഡി. ഇവനടി വീട്ടിൽ നിന്ന് കിട്ടുമല്ലോ. ഇപ്പൊ ഇതിനകത്തൊന്നുമില്ല. കേറി പോടാ.